പഞ്ചസാരയും. എല്ലാ പാക്കറ്റിലും റെസ്റ്റോറന്റ് ഭക്ഷണത്തിലും ഒളിച്ചിരിക്കുന്ന വെജിറ്റബിൾ ഓയിലുകൾ. ഇതിനിടയിൽ ശരീരത്തിന് വിശ്രമം നൽകാത്തുള്ള ലഘുഭക്ഷണങ്ങൾ. ലാബുകളിൽ നിർമ്മിച്ച ഭക്ഷണം ഒരു ആദിമ മനുഷ്യന്റെ ശരീരത്തിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു. എന്നിട്ടൊരു ചെടിയുടെ നീര് വന്ന് അത് ശരിയാക്കണമെന്ന് വാശി പിടിക്കുന്നു. പഞ്ചസാര കഴിച്ചുണ്ടാക്കിയ ഇൻസുലിൻ റെസിസ്റ്റൻസിനെയോ നിർത്താത്ത സ്നാക്കിംഗ് കാരണം വന്ന ഫാറ്റി ലിവറിനെയോ ഒരു ഹെർബൽ വാട്ടറിനും മാറ്റാൻ കഴിയില്ല. മോശം ഡയറ്റിനെ ഒരു ഡ്രിങ്ക് കൊണ്ടും തോൽപ്പിക്കാൻ പറ്റില്ല. ചപ്പുചവറുകൾ നിറഞ്ഞ ഒരു മുറിയിൽ പെർഫ്യൂം അടിച്ചാൽ ആ മുറി വൃത്തിയാകില്ല. അവിടെ പെർഫ്യൂമിന്റെ കുറവല്ല പ്രശ്നം, ആ മാലിന്യമാണ് മാറ്റേണ്ടത്. ചിലർ പറയും, ഇതെന്റെ സുഹൃത്തിന് ഗുണം ചെയ്തു എന്ന്. സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്? ആ ഡ്രിങ്ക് കുടിച്ചു തുടങ്ങിയപ്പോൾ അവരറിയാതെ തന്നെ ജങ്ക് ഫുഡ് കുറച്ചിട്ടുണ്ടാകും, അല്പം നടക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും. ആ ക്രെഡിറ്റ് മുഴുവൻ ഡ്രിങ്കിന് പോയി. പക്ഷേ മാറ്റം കൊണ്ടുവന്നത് അവരുടെ ജീവിതശൈലിയാണ്. ഹെർബൽ ഡ്രിങ്കുകൾ സപ്പോർട്ട് ടൂളുകൾ മാത്രമാണ്, ഡയറ്റ് കൃത്യമാണെങ്കിൽ മാത്രം സഹായിക്കുന്നവ. മാർക്കറ്റിംഗ് തന്ത്രങ്ങളിൽ വീഴരുത്. ആരെങ്കിലും ഭക്ഷണം മാറ്റാതെ ആരോഗ്യം വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് സയൻസ് അല്ല, വെറും ഫാൻസിയാണ്. നിങ്ങളുടെ ശരീരത്തിനാവശ്യം മാന്ത്രിക വിദ്യകളല്ല, മറിച്ച് കേടുപാട് വരുത്താത്ത ഭക്ഷണ രീതിയാണ്. അതുകൊണ്ട് ഈ ഒറ്റ പാനീയം എല്ലാം ശരിയാക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരോടൊരൊറ്റ ചോദ്യം ചോദിക്കുക, എൻ്റെ ഡയറ്റിൻ്റെ കാര്യമോ? ഈ പറഞ്ഞ കാര്യങ്ങളിൽ യുക്തി തോന്നുന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. സത്യസന്ധമായ ഹെൽത്ത് ടിപ്സുകൾക്കായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.